മാവേലി അപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷന്റെ കണ്ണൂർ തങ്കാലിലുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണിത്. അതായത് നമ്മുടെ കേരള വിഷന്റെ കണ്ണൂർ വിഷന്റെ സോളാറിന്റെ എല്ലാമായിട്ടുള്ള ഒരു എല്ലാം ഒരുമിച്ചുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി കണ്ണൂർ വിഷന്റെ ഓഫീസിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. വരാം. നമസ്കാരം. സുഖല്ലേ? അപ്പൊ ഓണമെല്ലാം എങ്ങനെ? അടിപൊളി. ആ ഷെയ്ഖാൻ്റെ സുഖല്ലേ? മാഡം സുഖല്ലേ? ഓണത്തിന് എന്താ മാവേലിയോടൊന്ന് പറയാനുണ്ടോ? ഒന്നുമില്ല. സന്തോഷം, എല്ലാ സന്തോഷം. നമ്മുടെ കണ്ണൂർ വിഷന്റെ സോളാറിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പം മാവേലി നമ്മൾ ഇന്നലെ മാവേലിയായിട്ട് ഞാനും മാവേലിയും നാഷണൽ ഹൈവേ എന്നാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഇന്ന് നമ്മൾ നേരെ കണ്ണൂർ വിഷൻ്റെ ഓഫീസിലേക്ക് വന്ന് നമ്മുടെ റിസപ്ഷൻ്റെ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ കണ്ണൂർ വിഷൻ സോളാറിൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ മാവേലിയും കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് KTSൻ്റെ ഉള്ളിലോട്ടൊന്ന് പോവാം. അപ്പോൾ മഹാബലിയാണ്, അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിങ്ങമാസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ വർഷത്തേക്കാളും കുറേയധികം ഭംഗിയായി നമുക്ക് ഓണം ആഘോഷിക്കേണ്ടതുണ്ട്. തനിമ മാറാത്ത കേരളത്തിൻ്റെ ആ ഭംഗി ഐശ്വര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനാണ് PDIC, അതായത് പ്രാദേശിക ഡിജിറ്റൽ ഇൻ്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ കയറാൻ വേണ്ടി പോകുന്നത്. നമുക്കിനി അതോട്ട് പോകാം. നമസ്കാരം. എന്താണ് സുഖമല്ലേ? ആ എന്തൊക്കെയാണ് സുഖം അല്ലേ? അപ്പോൾ നമ്മുടെ ഓണമാണ് വരുന്നത്. വീണ്ടും ഒരു ഓണം അല്ലേ? സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ അതെ അതെ. പൊതുവെ നമുക്ക് കേരളത്തിൽ ഇനിയും കുറേ നല്ല നല്ല മാറ്റങ്ങളും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വരാനുണ്ട്. കുറേയധികം പിന്നോട്ടായി പോയി, എന്തായാലും മുന്നോട്ടേക്ക് പോകും അല്ലേ? മാവേലീൻ്റെ കൂടി ഒരു സഹായം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മുമ്പോട്ടേക്കുള്ള പ്രയാണം നടത്താം. ആശംസ. ആ സന്ദേശം കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് എല്ലാ മേഖലയും. നമസ്കാരം. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണണം എന്തായാലും ഓണത്തിന്. ഞാൻ അല്ലേ നമ്മളെ പ്രജകളെ കണ്ട് അവരെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം. അപ്പോൾ എന്തൊക്കെയാണ് സുഖം അല്ലേ? പാതാളത്ത് നേരത്തെ എത്തി, കർക്കിടകത്തിന് ഇറങ്ങേണ്ടി വന്നു. അത്രയധികം ജനങ്ങൾ അല്ലേ? ഒരുപാട് ആളെ കാണണം. കുറച്ചാളെ മാത്രം കണ്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ശരിയാ. നമസ്കാരം. അപ്പോൾ നമ്മൾ നിങ്ങളെയൊക്കെ കാണാനായിട്ട് എങ്ങനെ വന്നതാണ് അല്ലേ? സന്തോഷമല്ലേ? നമ്മൾ അടുത്തായിട്ട് മാവേലി പോകുന്ന നമ്മുടെ കണ്ണൂർ വിഷന്റെ സ്റ്റുഡിയോയിലേക്കും കണ്ണൂർ വിഷന്റെ മറ്റ് ന്യൂസിൻ്റെ ഒക്കെ സെക്ഷനിലേക്കാണ്. നേരെ കണ്ണൂർ വിഷന്റെ ഓഫീസിലേക്ക്. നമസ്കാരം. മഹാബലി. അപ്പോൾ ഓണത്തിന് എല്ലാവരും കാണാൻ പറ്റണ്ടേ? അങ്ങനെ വന്നതാണ്. എന്തായാലും സുഖമല്ലേ? എന്തെങ്കിലും മാവേലിനോട് പരാതിയോ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ സന്തോഷം. അപ്പോൾ എങ്ങനെയാ നിങ്ങളെ കാര്യമൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണമാണ് വരുന്നത്. കാലാവസ്ഥയൊക്കെ കുറച്ച് മാറി മാറി വരുന്നുണ്ട്. എന്തായാലും ബുദ്ധിമുട്ടിക്കാതെ അല്ലേ? ഓണത്തിന് നല്ല കാലാവസ്ഥയായിരിക്കും. എന്നാൽ എന്ത് ചെയ്യും ഓണത്തിന്? എങ്ങനെയാ ചിക്കനൊക്കെ വാങ്ങി
പൊരിച്ചിട്ടൊക്കെ പിന്നെ എങ്ങനെ സദ്യ ഒക്കെ അതാണ് വേണ്ടത്. മോനെ എന്തൊരു സുഖമല്ലേ? എന്താ ഒരു സുഖം കുറവ് പോലെ? മനസ്സിന് എന്ത് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല പറഞ്ഞോ, തുറന്നു പറഞ്ഞോ. നമസ്കാരം സാർ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരെയും ഒന്ന് കാണണം അല്ലേ? കേരളത്തിലെ പ്രതികളെല്ലാം ഒന്ന് കാണണം. അങ്ങനെ വന്നതാണ്. കണ്ണൂർ വിഷനിലെത്തി. അപ്പം ഹാപ്പി ഓണം. നമസ്കാരം. അപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രജകളെല്ലാം കാണാൻ അങ്ങനെ പുറപ്പെട്ടതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കണ്ണൂരെത്തുമ്പോൾ ഒരു ഓർമ്മ വരും കണ്ണൂർ വിഷൻ. കാരണം അത്രയും സ്പീഡായി ജനങ്ങളിലേക്ക് നല്ല നല്ല വാർത്തകൾ എത്തിക്കുന്ന, നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്ന അല്ലേ, മെസ്സേജൊക്കെ നല്ല ഭംഗിയായി നൽകുന്ന. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സന്ദർശനം നടത്തിയതാണ്. നിങ്ങളൊക്കെ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഒരു എന്താ പറയണ്ടേ, സന്തോഷം നിറഞ്ഞ ഓണം ആശംസിക്കില്ല. നമസ്കാരം. വന്നത് ഇങ്ങനെ കുറച്ച് ദിവസമായി. കാരണം ഈ ദിവസം കഴിയുന്നിടത്തോളം നമുക്ക് പ്രജകൾ കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാതെ പോയാൽ അതൊരു പരാജയമായി വരും. അപ്പോൾ നേരത്തെ തന്നെ വന്നാൽ പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കണ്ണൂരെത്തിയാൽ ആദ്യം കണ്ണൂർ വിഷൻ. കാരണം നല്ല നല്ല വാർത്തകളും മെസ്സേജുകളും ജനങ്ങൾക്ക് എത്തിക്കുന്ന അപ്പോൾ ഒരു സ്ഥാപനം എന്ന നിലയിൽ ആദ്യം ഇവിടെയാണ്. അപ്പം നല്ലൊരു മഴ, തണുത്ത കാലാവസ്ഥയിലാണല്ലോ മാവേലി ജീവിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം. എന്നാലും മഴയും വെയിലായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ മാവേലി അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് അവർ തള്ളലുണ്ടാവും. അപ്പോൾ ഹാപ്പി ആണോ? ചൂടില്ല, ഇല്ല. ചൂടുള്ള സഹപ്രവർത്തകന്മാരൊക്കെ ഉണ്ട്.